कैसे मेरे दोस्तों, आप लोग देखा होगा ये वीडियो। दिल्ली में पार्क में बच्चे लोग को ट्रेनिंग दे रहा है, वो भी अफ्रीकन, एक फुटबॉल ट्रेनर। इसको रेणुका चौधरी बोलते हैं। अगर 1 महीने के अंदर तू हिंदी नहीं सीखेगा, इंडिया छोड़ कर जाना पड़ेगा। अगर इसने 1 महीने में हिंदी नहीं सीखी सब पार्क छीन लो। हंसने की बात रही है, सीरियस बोल रही हो ये? नहीं, 8 महीने हो गए बताए हुए मुझे। अगर 1 महीने में हिंदी नहीं सीखी, यहाँ का मातृभाषा नहीं सीखी, यहाँ का पैसा खा रहे हो तो मुंह में भी हिंदी बोलना सीखो। मैंने 8 महीने पहले ही बोला था, नहीं हुआ ना। सब लोगों ने, सोसाइटी वालों ने रिक्वेस्ट करी कि हमारे बच्चों को सिखाता है। मैंने वो क्या स्वदेशी है, वो इंडिया का है। हिंदी सीखने की क्या ज़रूरत है उसको? कुछ ज़रूरत नहीं है। इनका मतलब क्या है? कोई विदेशी इधर इंडिया में आएगा वो हिंदी सीख के आएगा? इससे अच्छा है रेणुका चौधरी, तुम इंग्लिश सीखो। तुम लोग क्यों दूसरे को फोर्स करता है? तुम लोग हिंदी सीखो, तुम लोग हिंदी सीखो, तुम लोग हिंदी सीखो। क्या है? तुम लोग इंग्लिश नहीं आता इसलिए। फिर भी तुम एक काउंसलर है, तुमको इंग्लिश मालूम नहीं है? शर्म की बात है। दूसरे के क्यों ऐसा फोर्स करते हैं? सीखो सीखो सीखो। क्या है? You learn to English, okay? Don't tell him. You learn to Hindi. ഡൽഹിയിലെ പാർക്കിലെ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന ട്രെയിനറോട് രേണുക ചൗധരി പറയുന്നത്, 1 മാസത്തിൻ്റെ ഉള്ളിൽ നീ ഹിന്ദി പഠിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പാർസലാക്കുമെന്ന് പറഞ്ഞു വിടുമെന്ന്. അതിനേക്കാളും നല്ലത് ഇവർക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതല്ലേ. അവന് ഹിന്ദി പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നോക്കേണ്ടത് കുട്ടികൾ എങ്ങനെ കളിക്കുന്നു, കുട്ടികൾ എത്രമാത്രം കളിക്കാൻ പഠിച്ചു, അവർ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ശരിയായിട്ട് ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ടോ, ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്നാണ്. അതല്ലാതെ ഇവൻ ഹിന്ദി പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം അവനൊരു ആഫ്രിക്കക്കാരനാണ്. നമ്മളെ ഇന്ത്യൻ്റെ പോളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, പല ആളുകൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയാല. എങ്ങനെയെങ്കിലും ജയിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൊണ്ടിട്ട് ഇരുത്തും. ആവശ്യത്തിന് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ബബ്ബാന്നാക്കും. സംസാരിക്കാൻ അറിയാല. ഇവർ ഫോഴ്സ് ആക്കുന്നത് ഇവർക്ക് ഹിന്ദി മാത്രം അറിയുന്നതിനെ കൊണ്ടാണ്. പല ആളുകളും അങ്ങനെയാണ്. പല ആളുകളെ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തതിനെ കൊണ്ടാണ് അവർ ഹിന്ദി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് പറയുന്നുള്ളത്.